ഹലോ എവരിവൺ. ഇന്നത്തെ എൻ്റെ ഒരു പുലർക്കാലം സാധാരണ ദിവസത്തേക്കാൾ വ്യത്യസ്തമായിരുന്നു. രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമായിരുന്നു ചുറ്റുപാടും. ചെറിയ കാറ്റും പിന്നെ ചെറിയ ചാറ്റൽ അത് നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ല. അത്തരത്തിലൊരു അന്തരീക്ഷമായിരുന്നു ചുറ്റുപാട്. ഞാനൊന്ന് റെക്കോർഡ് ചെയ്ത് നോക്കി. ഇപ്പോൾ ഇതിനിടയിൽ നിങ്ങൾക്ക് ഒരു ടെമ്പിൾ കാണാം, ബബ്ബർ ബനി. ആ മലയ്ക്ക് മുകളിൽ കാണുന്നതാണ് ബബ്ബർ ബനി. സ്റ്റാർട്ടിങ് വീഡിയോ അതായിരുന്നു എൻ്റെ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ആ സമയത്ത് ഹോസ്റ്റലേഴ്സ് ആരും തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പതിയെ താഴത്തേക്ക് പോയി. ഈ ഒരു അന്തരീക്ഷം മൊത്തത്തിൽ എന്നെ ഒരു കോഞ്ചറിങ് ഫിലിം മൂഡിലേക്കാണ് കൊണ്ടുപോയത്. പൊതുവേ ഞങ്ങളുടെ ഹോസ്റ്റലിനെ കുറിച്ച് പറയുമ്പോൾ ഇൻഗോസ്റ്റ് ഹൗസ് ഇന്നാണ് പറയാറ്. ഇത് മുൻപ് ശ്മശാനമായിരുന്നു. അവിടെയാണ് ഇപ്പോൾ ഈ ഒരു ബിൽഡിങ് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു ഇന്നത്തെ ആ ഒരു കാറ്റും ഇരുട്ട് മൂടിയ കാർമേഘവും എല്ലാം കൊണ്ടും അതൊരു ഹൊറർ ത്രില്ലിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചു. അധികം നേരം ഞാൻ നിന്നില്ല, വേഗം തന്നെ ഞാൻ മുകളിലേക്ക് കയറി ചെന്നു. അതിശക്തമായ കാറ്റായിരുന്നു. എനിക്ക് നൊമ്പരക്കാറ്റ് സിനിമയൊക്കെ അതിൻ്റെ ഇടയിൽ ഓർമ്മ വന്നു. പിന്നെ ഇത്തരത്തിൽ കാറ്റ് വീശിയപ്പോൾ ഞാൻ ഡോറിൻ്റെ അകത്ത് തന്നെയാണ് നിന്നത്. അവിടെ നിന്നാണ് ഞാൻ വീഡിയോസ് എടുത്തത്. കാരണം നമ്മളെ തള്ളി നീക്കുന്ന അത്രയും ശക്തി ഉണ്ടായിരുന്നു. നമുക്ക് വീഡിയോയിൽ തിരിച്ചറിയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ല ഫോഴ്സൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് മഴയുടെ ശക്തിയും കൂടി വന്നിരുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ ഒരു പുലർക്കാലം ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. സാഹിത്യപരമായി പറയാനായിട്ട് ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കെന്തോ സാഹിത്യം അങ്ങനെ അത്രയും വഴങ്ങില്ല. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് അതിനെക്കുറിച്ചൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ റൂമിൽ നിന്ന് നോക്കിയപ്പോഴാണ് അവിടെ ഒരു മയിൽ വന്ന് നിൽക്കുന്നത് കണ്ടത്. അപ്പം മയിൽ ഫീൽഡ് വിടർത്തോ എന്നുള്ള ഇതിൽ കുറച്ച് നേരം നോക്കി നിന്നു, പക്ഷേ അവൻ ഒരനക്കുണ്ടായിരുന്നില്ല. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.